ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഡി മണിയുടെ മൊഴിയിൽ സർവത്ര വൈരുദ്ധ്യങ്ങളാണ്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ദിണ്ടിഗലിൽ ഇയാൾക്ക് സമാന്തര സംവിധാനങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തി. ഡി മണിയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇയാളുടെ പേര് മുതൽ അടിമുടി ദുരൂഹതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല SIT ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള സഹകരണമില്ല. മൊഴികൾ മാറ്റി മാറ്റി പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകുന്ന സൂചനകൾ? ഗൗതം, മൊത്തത്തിലൊരു ദുരൂഹതയാണ് ഡി മണി എന്ന വ്യക്തി. ഡി മണി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പറയുന്നത് താൻ ഡി മണിയല്ല MS മണി എന്നുള്ളതാണ് SIT സംഘത്തിന് മുൻപാകെ മണി നൽകിയിട്ടുള്ള മൊഴി. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാങ്ക് ഇടപാടുകൾ, ഒപ്പം തന്നെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള മൊഴിയിലെ വൈരുദ്ധ്യങ്ങളെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞൊരു വ്യക്തിയായി ഡി മണി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ SIT സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര ലോബിയുടെ അടക്കം പങ്കുണ്ട് എന്നുള്ള സംശയം SIT സ്ഥിരീകരിക്കുകയാണ്. ആ പങ്കിന് പിന്നിൽ ഡി മണി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം പല ഘട്ടങ്ങളിലും വരുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു കർശനമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം എന്നിപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതായത് അന്വേഷണ സംഘത്തോട് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും മണി സഹകരിച്ചിട്ടില്ല. പല കാര്യങ്ങളും പറഞ്ഞതിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്തത് ചോദിക്കുമ്പോൾ അത് മാറ്റി പറയുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമാണ് അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മണിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഒപ്പം തന്നെ ബാങ്ക് ട്രാൻസ്ഫറുകൾ അടക്കമുള്ള കാര്യങ്ങളും രേഖകളും പരിശോധിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കൂടാതെ തന്നെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും SIT സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇതിൽ രാജ്യാന്തര ലോബിയുണ്ടോ, സ്വർണ്ണ കവർച്ച കേസിൽ മണിക്ക് പങ്കുണ്ടോ, പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയത് മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരാണ് ശബരിമലയിൽ മണിയുടെ കൂട്ടാളി അല്ലെങ്കിൽ മണിയെ അവിടെ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതുണ്ട്. പക്ഷേ മണി അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മറ്റ് ചില ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യാന്തര ലോബിക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ലോബിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണ്ണിയാണോ മണി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലുകൾ ഡി മണിയെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിന്റെ മറ്റിടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം നടത്തുകയാണ്. അത് മാത്രമല്ല, ഡിണ്ടിഗലിലെ ഒരു വ്യവസായി എന്നതിനപ്പുറം ഡിണ്ടിഗലിൽ സ്വന്തം ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു വ്യക്തിയാണ് മണി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ വേണമെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ, നടപടികൾ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിരിക്കെയാണ് ഡി മണി ഒരു ദുരൂഹ കഥാപാത്രമായി ഇക്കാര്യത്തിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതിന്റെ ചില ഇടപാടുകൾ നടത്തുന്നു, പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം കടത്താൻ അതിന്റെ പണമിടപാടുകൾ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികളുമായോ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ തിരുവനന്തപുരത്തുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് മണിയാണ്. പക്ഷേ മണി ഇപ്പോഴും ഈ അന്വേഷണത്തോട് നിസ്സഹരണം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലുകൾ അടക്കം വേണമെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ ചെന്നൈയിൽ നിന്നും അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് SITയുടെ പ്രതീക്ഷ. അതേസമയം തന്നെ ആ പ്രതീക്ഷകളെ ഒക്കെ തന്നെ വലയ്ക്കുന്ന, കുഴയ്ക്കുന്ന നടപടികളും നീക്കങ്ങളുമാണ് മണി നടത്തിക്കൊണ്ടുമിരിക്കുന്നത്. ഗൗതം, അത് തന്നെയാണ്. ഈ മണിയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഒഴിയുന്നില്ല. അടിമുടി ദുരൂഹതയാണ്. ഇയാളുടെ പേരുൾപ്പെടെ ദുരൂഹമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ മണിയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ പഞ്ചലോക വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടും വേണം എന്നാണ് SIT ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശാലിനിയാണ് വിശദമായ വിവരങ്ങളുമായി ചേർന്ന് ഒരു ഇടവേള കൂടി.